ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന UPSCയുടെ ലേറ്റസ്റ്റ് കമ്പൈൻഡ് ജിയോ സയൻറ്റിസ്റ്റ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. 4/9 ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 24th September 2024. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വൺ ടൈം രജിസ്ട്രേഷനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞ വർഷമാണ് UPSC ഇംപ്ലിമെൻറ്റ് ചെയ്തത്. വൺ ടൈം രജിസ്ട്രേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കേരള PSC, SSC മുതലായ വെബ്സൈറ്റുകൾ നേരത്തെ തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ഇപ്പോഴാണ്, കഴിഞ്ഞ വർഷമാണ് UPSC ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ചാണ്. കേരളത്തിൽ തിരുവനന്തപുരം, തമിഴ്നാട് ചെന്നൈ, ബാംഗ്ലൂരും ഉണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളാണ് തൊട്ടടുത്തുള്ളത്. UPSCയുടെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് അപ്ലൈ ഫസ്റ്റ് അലോട്ട് പോളിസിയാണുള്ളത്. അപ്പോൾ എല്ലാവരും തൊട്ടടുത്ത് സെൻറ്റർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന പ്ലാൻ ഓഫ് എക്സാമിനേഷൻ സ്റ്റേജ് 1 പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. 2 പേപ്പേഴ്സാണ് ഉണ്ടാവുക. നെക്സ്റ്റ് സ്റ്റേജ് 2 ആണ് ജിയോ സയൻറ്റിസ്റ്റ് എക്സാമിനേഷൻ മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. 3 പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കുക. മാർക്ക് സെക്യൂർ ഇൻ ദ മെയിൻ എക്സാമിനേഷൻ വിൽ ബി കൗണ്ടഡ് ഫോർ ഡിസൈഡിങ് ദ ഫൈനൽ മെറിറ്റ്. തേർഡ് സ്റ്റേജ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഈ 3 സ്റ്റേജുകളിലൂടെയാണ് റിക്രൂട്ട്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേജായ മെയിൻ എക്സാമിനേഷൻ്റെ ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ആണ്. 21st 22nd June 2025 ആയിരിക്കും മെയിൻ എക്സാമിനേഷൻ നടത്താൻ പോവുക. അപ്പോൾ അതിൻ്റെ സെൻറ്റേഴ്സ് തിരുവനന്തപുരത്തില്ല, ചെന്നൈ ആണ് തൊട്ടടുത്തുള്ളത്. ഈ കുറഞ്ഞ സെൻറ്റേഴ്സ് ആയിരിക്കും മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കാറ്റഗറി 1 പോസ്റ്റ് ഇൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്ര നമ്പർ നോക്കാം. ജിയോളജി ഗ്രൂപ്പ് A 16 പോസ്റ്റ് ഉണ്ട്. ജിയോ ഫിസിക്സ് ഗ്രൂപ്പ് A 6 പോസ്റ്റ്. കെമിസ്ട്രി ഗ്രൂപ്പ് A 2 പോസ്റ്റ്. അതിൽ 4 വേക്കൻസീസ് PWD കാൻഡിഡേറ്റ്സിനാണ്. നെക്സ്റ്റ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിൻ്റെ വേക്കൻസിയാണ്. സയൻറ്റിസ്റ്റ് B ഹൈഡ്രോളജി ഗ്രൂപ്പ് A 13 വേക്കൻസി ഉണ്ട്. സയൻറ്റിസ്റ്റ് B കെമിക്കൽ ഗ്രൂപ്പ് A 1 വേക്കൻസി ഉള്ളൂ. സയൻറ്റിസ്റ്റ് B ജിയോ ഫിസിക്സ് ഗ്രൂപ്പ് A 1 വേക്കൻസി. അസിസ്റ്റൻറ്റ് ഹൈഡ്രോളജിസ്റ്റ് ഗ്രൂപ്പ് B 31 വേക്കൻസി ഉണ്ട്. അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് ഗ്രൂപ്പ് B 4 വേക്കൻസി ഉണ്ട്. അസിസ്റ്റൻറ്റ് ജിയോ ഫിസിസ്റ്റ് ഗ്രൂപ്പ് B 11 വേക്കൻസി. അപ്പോൾ ഇതിലാണ് കൂടുതൽ വേക്കൻസിയും. അപ്പോൾ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 21 മുതൽ 32 ഇയേഴ്സ് വരെയാണ് ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. 7 ഇയേഴ്സ് ഫോർ ദ ഗവൺമെൻറ്. കോളം 1ലും കോളം 2ലും കൊടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് 7 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്. 5 ഇയേഴ്സ് റിലാക്സേഷൻ SC ST കാൻഡിഡേറ്റ്സിന് ലഭിക്കും. 3 വർഷം OBC കാൻഡിഡേറ്റ്സിന് റിലാക്സേഷനായിട്ട് ലഭിക്കും. അതുകൂടാതെ തന്നെ ഡിഫൻസ് പേഴ്സണൽക്ക് റിലാക്സേഷൻ ഉണ്ട്. 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. 5 ഇയർ ഫോർ എക്സ് സർവീസ്മാൻ, 5 ഇയർ ഫോർ മിലിറ്ററി സർവീസ് സെർവൻസിനാണ് 5 ഇയേഴ്സ്. 10 ഇയേഴ്സ് ഫോർ PWD കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് PWD കാൻഡിഡേറ്റ്സിൻ്റെ. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ജിയോളജിസ്റ്റ് ഗ്രൂപ്പ് A ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത്. ജിയോളജിക്കൽ സയൻസ്, എൻജിനീയറിംഗ് ജിയോളജി, മറൈൻ ജിയോളജി ഇതൊക്കെയാണ് കോഴ്സ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് ജിയോ ഫിസിസ്റ്റ് ഗ്രൂപ്പ് A ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ MSc ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് ഓർ ജിയോ ഫിസിക്സ്, ഇൻ്റഗ്രേറ്റഡ് MSc എക്സ്പ്ലോറേഷൻ, MSc ഇൻ അപ്ലൈഡ് ജിയോ ഫിസിക്സ്, മറൈൻ ജിയോ ഫിസിക്സ് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്ത കെമിസ്റ്റ് ഗ്രൂപ്പ് A MSc കെമിസ്ട്രി ഓർ അപ്ലൈഡ് കെമിസ്ട്രി ഓർ അനലിറ്റിക്കൽ കെമിസ്ട്രി. ഈ 3 കോഴ്സുകളാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് B ഹൈഡ്രോളജി ഗ്രൂപ്പ് A. അതിൽ ചോദിക്കുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ജിയോളജി ഓർ അപ്ലൈഡ് ജിയോളജി ഓർ മറൈൻ ജിയോളജി, ഹൈഡ്രോളജി ഇതൊക്കെയാണ് ചോദിക്കുന്നത്. PG ആണ് മാക്സിമം പോസ്റ്റും. അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് ഗ്രൂപ്പ് B ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി ഇതൊക്കെയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്ന അപ്ലിക്കേഷൻ ഫീ 200 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന്. SC ST ഫീമെയിൽ PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഓൾ
female candidates and candidates belonging to SC, ST are not required to pay any fee. പക്ഷേ OBC EWS കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഹൗ ടു അപ്ലൈ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷനായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള പോസ്റ്റുകൾക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കമ്പൈൻഡ് ജിയോ ഫിസിക്സ് പ്രിലിമിനറി എക്സാമിനേഷൻ 400 മാർക്കാണ്. സ്റ്റേജ് 2 600 മാർക്കാണ്. സ്റ്റേജ് 3 പേഴ്സണൽ ഇൻ്റർവ്യൂ 200 മാർക്ക്. അങ്ങനെ മൊത്തം 1200 മാർക്കിലാണ് റിക്രൂട്ട്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കീം ഓഫ് എക്സാമിനേഷൻ ഫോർ ഈച്ച് പോസ്റ്റാണ്. ആദ്യത്തേത് സയൻറ്റിസ്റ്റ് ഹൈഡ്രോളജി, ജനറൽ സ്റ്റഡീസ് 100 മാർക്ക്, ജിയോളജി ഓർ ഹൈഡ്രോളജി 300 മാർക്ക്, ടോട്ടൽ 400 മാർക്ക്. നെക്സ്റ്റ് ജിയോ ഫിസിക്സ് ഗ്രൂപ്പ് എ, ജനറൽ സ്റ്റഡീസ് 100 മാർക്ക്, ജിയോ ഫിസിക്സ് 300 മാർക്ക്, ടോട്ടൽ 400 മാർക്ക്. ഗ്രൂപ്പ് എ കെമിസ്ട്രി, ജനറൽ സ്റ്റഡീസ് 100 മാർക്ക്, കെമിസ്ട്രി 300 മാർക്ക്, ടോട്ടൽ 400 മാർക്ക്. പെനോൾട്ടി ഉണ്ടായിരിക്കുന്നതാണ്. ജിയോളജിസ്റ്റ് ഗ്രൂപ്പ് എ, ജിയോളജി 200 മാർക്ക്, ജിയോളജി സെക്കൻഡ് പേപ്പർ 200 മാർക്ക്, തേർഡ് പേപ്പർ ജിയോളജി 200 മാർക്ക്, ടോട്ടൽ 600 മാർക്ക്. ജിയോ ഫിസിസ്റ്റ് ഗ്രൂപ്പ് എ ആൻഡ് അസിസ്റ്റൻറ്റ് ജിയോ ഫിസിസ്റ്റ് ഗ്രൂപ്പ് ബി, അതിൽ സബ്ജക്റ്റ് പേപ്പർ 1 ജിയോ ഫിസിസ്റ്റ് 200 മാർക്ക്, പേപ്പർ 2 ജിയോ ഫിസിക്സ് 200, 3യും 200, ടോട്ടൽ 600 മാർക്ക്. സയൻറ്റിസ്റ്റ് ബി ഹൈഡ്രോളജി ആൻഡ് അസിസ്റ്റൻറ്റ് ഹൈഡ്രോളജിസ്റ്റ് ഗ്രൂപ്പ് ബി, സബ്ജക്റ്റ് നോക്കുവാണെങ്കിൽ ജിയോളജി ഫസ്റ്റ് പേപ്പർ 200 മാർക്ക്, ജിയോളജി സെക്കൻഡ് പേപ്പർ 200, ഹൈഡ്രോ ജിയോളജി 200 മാർക്ക് ഉണ്ട്, ടോട്ടൽ 600 മാർക്ക്. അപ്പോൾ ഈ കാണിക്കുന്നതാണ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സിലബസ്. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഓരോ പോസ്റ്റിനും വ്യക്തമായിട്ട് UPSC നോട്ടിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാതിരിക്കുക. ഈ സിലബസ് നോക്കുക, അതിൽ തന്നെ വൈഡായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള എക്സാമിനേഷൻ സെൻറ്റർ ലഭിക്കും. അല്ലാത്ത പക്ഷം ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം സെൻറ്റർ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളുടെ ചാനൽ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോസ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് അബൌട്ട് ജോബ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ കാണുന്ന നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വാട്സപ്പ് അയക്കുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. താങ്ക്